അപ്പോൾ നമുക്കറിയാം ആനിമൽ ലൈഫിൽ ലൈറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് കമ്മ്യൂണിക്കേഷൻ, അതുപോലെ തന്നെ ബയോളജിക്കലായിട്ടുള്ള പ്രോസസ്സർ ലൈക്ക് ഫോട്ടോസിന്തസിസ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം ആവശ്യമുള്ളതാണ്. സോളാർ റേഡിയേഷൻ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ലൈറ്റ് പല ബയോളജിക്കൽ പ്രോസസ്സിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ലൈക്ക് ഹൈബർനേഷൻ ആയാലും മൈഗ്രേഷനെ ആയാലും പിന്നെ അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ആനിമൽസിനെ ആയാലും ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ലൈറ്റ് എന്ന് പറയുന്നത്. ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതായത് ഗാമാ റേ, എക്സ് റേ, ഇൻഫ്രാറെഡ്, മൈക്രോവേവ്, റേഡിയോ വേവ്, ഇലക്ട്രിക് വേവ് ഒക്കെ കണ്ട് അതിൽ വിസിബിൾ റേഞ്ച് എന്ന് വെച്ചാൽ വളരെ ചെറിയ ഒരു റേഞ്ചാണ്. അപ്പോൾ ഫോട്ടോസിന്തസിസ്, അതുപോലെ തന്നെ ഫോട്ടോടാക്സിസ്, ഫോട്ടോ പീരിയഡിസം, വിഷൻ, ക്ലോറോഫിൽ സിന്തസിസ്, ഇതിനെല്ലാം തന്നെ നമുക്ക് ആവശ്യമുള്ള റേഞ്ച് എന്ന് പറഞ്ഞാൽ കുറച്ച് അൾട്രാ വയലറ്റ് ടു വിസിബിൾ റേഞ്ച് ആണ് ആവശ്യമുള്ളത്. ദെൻ ബാക്ടീരിയൽ ഫോട്ടോസിന്തസിസിന് ആവശ്യമുള്ളത് എന്ന് വെച്ചാൽ കുറച്ച് ഇൻഫ്രാറെഡ് റേഞ്ചിലുള്ളതാണ്. ദെൻ നമുക്ക് DNA ന്യൂക്ലിക് ആസിഡ്സിനെ അബ്സോർബ് ചെയ്യുന്ന ആ റേഞ്ച് എന്ന് പറയുന്നത് കുറച്ച് അൾട്രാ വയലറ്റ് റേഞ്ചാണ്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ദ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ഹാസ് എ ഡ്യുവൽ നേച്ചർ, വേവ് നേച്ചറും പാർട്ടിക്കിൾ നേച്ചറും ഉണ്ട്. ഇറ്റ് പ്രൊപ്പഗേറ്റ്സ് ഇൻ ദ ഫോം ഓഫ് ഡിസ്ക്രീറ്റ് പാക്കറ്റ്സ്. ഫോട്ടോൺസിലാണ് എനർജി സ്റ്റോർ ചെയ്തേക്കുന്നത്. ആൻഡ് ഫോട്ടോൺസ് ഓഫ് ഈച്ച് വേവ് ലെങ്ത് ഹാവ് ഡിഫറെൻറ്റ് ക്വാണ്ട ഓഫ് എനർജിയുടെയും വ്യത്യാസമുണ്ട് ഓരോ ടൈപ്പ് ഓഫ് വേവ്സിന്. ദെൻ വിസിബിൾ സ്പെക്ട്രം എന്താണെന്ന് വെച്ചാൽ ദ റേഡിയേഷൻ വിച്ച് അഫക്റ്റ് ദ ഫോട്ടോബയോളജിക്കൽ ആയിട്ടുള്ള പ്രോസസ്സിനെ അഫക്റ്റ് ചെയ്യുന്നത് 300 to 900 നാനോമീറ്ററിലുള്ള റേഞ്ചിലുള്ള റേഡിയേഷൻസ് ആണ്. അപ്പോൾ വിസിബിൾ ലൈറ്റ് എന്ന് വെച്ചാൽ വളരെ ചെറിയ റേഞ്ചാണ്. അതിൽ നമുക്ക് കാണാൻ പറ്റും 400 to 710 നാനോമീറ്ററാണ്. അപ്പോൾ ഇൻവിസിബിൾ ആയിട്ടുള്ള നമുക്ക് കാണാൻ പറ്റാത്തതാണ് അൾട്രാ വയലറ്റ് ഒന്നും കാണാൻ പറ്റില്ല. വേവ് ലെങ്ത് വേരിയേഷൻ ബിറ്റ്വീൻ 10 to 390 നാനോമീറ്റർ. ആൻഡ് ഇത് പലതിനും ലീതലാണ്. പ്രത്യേകിച്ച് ബാക്ടീരിയസൈഡലാണ് ഈ അൾട്രാ വയലറ്റ് എന്ന് പറയുന്നത്. ബാക്ടീരിയ കില്ല് ചെയ്യുന്നതാണ് ഏത് ഈ പറഞ്ഞ അൾട്രാ വയലറ്റൊക്കെ. ദെൻ ലീതലുമാണ്. ബട്ട് ഇൻഫ്രാറെഡൊക്കെ ആണെങ്കിൽ അതിന് എഫക്റ്റീവാണ്. ദെൻ ഇൻഫ്രാറെഡ് റേസ് എ വേവ് ലെങ്ത് വേരിയേഷൻ ബിറ്റ്വീൻ 760 to 1 lakh നാനോമീറ്റർ. ആൻഡ് ഇൻഫ്രാറെഡ് ആണെങ്കിൽ കുറച്ച് ഹോട്ടസ്റ്റാണ്. പിന്നെ അതുപോലെ തന്നെ ലോങ് വേവ് ലെങ്ത്സ് ഉള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് അബൌട്ട് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം ആൻഡ് വിസിബിൾ സ്പെക്ട്രത്തിനെ പറ്റി. ഇനി എന്താണ് കളർ വിഷൻ എന്നുള്ളത് നിങ്ങൾ ഐയുടെ സ്ട്രക്ചറൊക്കെ പഠിച്ചു കാണും. അതിൽ 2 ടൈപ്പ് ഓഫ് സെൽസ് ഉണ്ടെന്നൊക്കെ നിങ്ങൾ പഠിച്ചു കാണും. അതായത് കോൺ സെൽസും റോഡ് സെൽസും. അപ്പോൾ കളർ വിഷൻ ഈസ് പോസിബിൾ ഡ്യൂ ടു ഫോട്ടോ റിസപ്റ്റേഴ്സ് ഇൻ ദ റെറ്റിന ദറ്റ് ഈസ് ഹാവിങ് ഇൻ ദ സെൽസ് കോൺ സെൽസ്. ആൻഡ് അതർ ടൈപ്പ് ഓഫ് ലൈറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള സെൽസിനെയാണ് റോഡ് സെൽസ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് സെൻസിറ്റീവ് ടു ഡിം ലൈറ്റ് അല്ലേ, ഡിം ലൈറ്റാണ്. ദെൻ ഇൻറ്റൻസിറ്റി വെരി ലോ ഇൻറ്റൻസിറ്റിയിലുള്ള ലൈറ്റൊക്കെ കാണാൻ പറ്റണമെങ്കിൽ നമുക്ക് ഏത് സെൽസാണ് ഹെൽപ്പ് ചെയ്യുന്നത്? റോഡ് സെൽസാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഓബ്ജക്റ്റ് റെഡായിട്ട് അപ്പിയർ ചെയ്യുന്നെങ്കിൽ എന്താണ് അവിടെ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ കളർ, നമ്മൾ കാണുന്ന കളർ എന്ന് വെച്ചാൽ വി പെർസീവ് ആർ റിലേറ്റഡ് ടു ദ വേവ് ലെങ്ത് ഓഫ് ദി ലൈറ്റ് ദാറ്റ് ആർ റിഫ്ലക്റ്റഡ്. ഏതാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്, ഏതാണോ അബ്സോർബ് ചെയ്യുന്നത്, ഏതാണോ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, അതിൻ്റെ ഡിഫറൻസിലാണ് നമ്മൾ കളറൊക്കെ കാണുന്നത്. അപ്പോൾ ഇപ്പോൾ റെഡായിട്ടാണ് ഒരെണ്ണം കാണുന്നതെങ്കിൽ അവിടെ ബിക്കോസ് ഷോർട്ടർ വേവ് ലെങ്ത് സച്ച് ആസ് ദാറ്റ് ഓഫ് ബ്ലൂ, ഗ്രീൻ ഇതൊക്കെ അബ്സോർബ് ചെയ്യുന്നു. വൈൽ ലോങ്ങർ വേവ് ലെങ്ത്സ് പെർസീവ് ആസ് റെഡ്, നമുക്ക് റെഡായിട്ട് കാണുന്നു. ആൻഡ് റിഫ്ലക്റ്റ്, അതാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. ദെൻ എക്സൈറ്റ് ദ ഫോട്ടോ പിഗ്മെൻറ്റ് ഓഫ് ദി റെറ്റിനൽ കോൺ സെൽസിനെയാണ് എക്സൈറ്റ് ചെയ്യുന്നത്. ഇനി വൈറ്റാണ് നമ്മൾ കാണുന്നതെങ്കിൽ, വൈറ്റ് ലൈറ്റാണ് കാണുന്നത്. ലൈറ്റ് പെർസീവ്ഡ് ആസ് വൈറ്റ് ഈസ് എ മിക്സ്ചർ ഓഫ് ഓൾ വേവ് ലെങ്സ്, എല്ലാത്തിൻ്റെയും വേവ് ലെങ്സിൻ്റെയും മിക്സ്ചറാണ്. ബ്ലാക്ക് ആണെന്ന് വെച്ചാൽ ആബ്സെൻസ് ഓഫ് ലൈറ്റ് എന്നാണ് അർത്ഥം. ഇപ്പോൾ റോഡ്സ് ആൻഡ് കോൺസ് ഹാവ് ദ സെയിം ബേസിക് സ്ട്രക്ചറൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റും. കോൺ ഷേപ്പിലാണ് കോൺ സെൽസ്, മറ്റേ റോഡ് ഷേപ്പാണ്. അപ്പോൾ ഇതിൽ സ്റ്റാക്സ് ഓഫ് ലാമനെ വിത്ത് റോഡോപ്സിൻ കാണും ഏതിൽ? റോഡ് സെൽസിലാണെങ്കിൽ.
അപ്പോൾ ഇത്രയുമാണ്, വലിയ ഡിഫറൻസ് ഒന്നുമില്ല. അപ്പോൾ പക്ഷേ ഫങ്ഷനിൽ വ്യത്യാസമുണ്ട്. ദെൻ കളർ വിഷൻ എന്ന് വെച്ചാൽ വിത്ത് ദ ആക്ടിവേഷൻ ഓഫ് ഫോട്ടോ പിഗ്മെൻറ്റ്സ് ഇൻ ദ കോൺസെൽസിലുള്ള ഫോട്ടോ പിഗ്മെൻറ്റ്സിനെ ആക്ടിവേറ്റ് ചെയ്യുകയാണ്. ഹ്യൂമൻ റെറ്റിനയിലാണെങ്കിൽ 3 kinds ഓഫ് കോൺസ് ആണുള്ളത്. ദാറ്റ് ഈസ് വിച്ച് കണ്ടെയ്ൻ യെല്ലോ, ഗ്രീൻ ഓർ ബ്ലൂ സെൻസിറ്റീവ് ഫോട്ടോ പിഗ്മെൻറ്റ്സ് ദാറ്റ് അബ്സോർബ് ആൻഡ് thereby respond to light of different wavelengths. അപ്പോൾ യെല്ലോ പിഗ്മെൻറ്റിനെ നമുക്ക് എന്തെന്നും പറയാം, റെഡ് ഫോട്ടോ പിഗ്മെൻ്റ് എന്നും പറയാം. Of these 3 type of cones, red cones account for about 64% of the total red cones. These are also known as L cones എന്നും പറയും. maximally sensitive to longer wavelength light ആണ്. and green cones 32% of the total, and they are also called M cones എന്ന് പറയും. maximally sensitive to medium wavelength light ആയതുകൊണ്ട്. then blue cones, that is corresponding to blue light ആണ്, that is maximally sensitive to shorter wavelength. and അതായത് ഹ്യൂമൻ ഐസിൽ about 100 million rods but only 6 million cones ആണ് ഉള്ളത്. അപ്പോൾ നമുക്കറിയാം ഈ റോഡ് സെൽസ് ആണെങ്കിൽ ലെവൽ ഓഫ് ലൈറ്റ് അറൗണ്ട് അസ് അതാണ് ലൈറ്റ് എങ്ങനെയൊക്കെ ഉണ്ട് അതിനനുസരിച്ചാണ് നമുക്ക് വിഷൻ കിട്ടുന്നത്. കോൺ സെൽസ് ആണ് ഈ കളറിൻ്റെ ഷാർപ്നെസ്, അതുപോലെ ഓബ്ജക്ട്സിൻ്റെ ഷാർപ്നെസ്, ഇതൊക്കെ കാണാനായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ് കോൺ സെൽസ് എന്ന് പറയുന്നത്. ദ നോർമൽ കളർ വിഷൻ യൂസസ് ഓൾ 3 types ഓഫ് ലൈറ്റ് കോൺസ് കറക്റ്റ്ലി ആൻഡ് ഇറ്റ് ഈസ് നോൺ ആസ് ട്രൈക്കോമസി എന്നാണ് പറയുന്നത്. ട്രൈക്രോമസി. അപ്പോൾ പീപ്പിൾ വിത്ത് നോർമൽ കളർ വിഷൻ ആണെങ്കിൽ അവരെ എന്ത് പറയും? ട്രൈക്രോമാറ്റ്സ് എന്നാണ് പറയുന്നത്. ദെൻ അപ്പോൾ ബ്രെയിനിൽ ഇതിൻ്റെ ആക്ച്വൽ ഇൻ്റർപ്രറ്റർ ആരാണ്? ബ്രെയിനാണ് ഇൻ്റർപ്രറ്റ് ചെയ്യേണ്ട കളർ ഏതാണെന്നൊക്കെ. ദെയർഫോർ അൾട്ടിമേറ്റ് ഡിസിഷൻ എടുക്കുന്നതെന്ന് വെച്ചാൽ വിഷ്വൽ കോർട്ടെക്സ് റീജിയൻ ഓഫ് ദി സെറിബ്രൽ കോർട്ടെക്സ് ഓഫ് ബ്രെയിൻ ആണ്. ദെൻ മോളിക്കുലർ മെക്കാനിസം എന്താണ് വിഷനിൽ സംഭവിക്കുന്നതെന്നുള്ളതാണ്. അതായത് നമുക്കറിയാം ഹണി ബീസ്, ചില ആനിമൽസ് അല്ലെങ്കിൽ ഇൻസെക്ട്സ് ഒക്കെ ചില വിഷൻ, അതായത് അൾട്രാ വയലറ്റ് വിഷൻ ചിലതിന് പോസിബിളാണ്. ചിലതിന് വിസിബിൾ റേഞ്ചിൽ മാത്രമേ കാണാൻ പറ്റൂ, ചിലതിന് ഇൻഫ്രാറെഡിൽ കാണാൻ പറ്റും. അപ്പോൾ അതായത് വിറ്റമിൻ എ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വിഷനിൽ. അതായത് ഡയറ്ററി സോഴ്സ് ഓഫ് വിറ്റമിൻ എ ഈസ് ക്രൂഷ്യൽ ഫോർ നോർമൽ ഫങ്ഷനിങ് ഓഫ് വിഷ്വൽ സെൻസ്. അതായത് പ്രീകഴ്സർ ഓഫ് വിറ്റമിൻ എ ആണ് ബീറ്റ കരോട്ടിൻ എന്ന് പറയുന്നത്. അത് നമ്മൾ കഴിക്കുന്ന ക്യാരറ്റ് ഇതിലൊക്കെ എന്തുണ്ടാവും? ഈ ബീറ്റ കരോട്ടിൻ ഉണ്ടാവും. എ ഡെറിവേറ്റീവ് ഓഫ് വിറ്റമിൻ എ പ്ലേസ് എ ക്രൂഷ്യൽ റോൾ ഇൻ വിഷൻ വെൻ ഇറ്റ് ഈസ് ബൗണ്ട് ടു എ പ്രോട്ടീൻ കോൾഡ് ഓപ്സിൻ. അപ്പോൾ അതിൽ ഓപ്സിനുമായിട്ട് ബൈൻഡ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള റോൾ ഉണ്ടാവുന്നത്. റോഡ് ആൻഡ് കോൺസ് കണ്ടെയ്ൻ 4 types ഓഫ് ഓപ്സിൻസ് ഉണ്ട്. അപ്പോൾ റോഡിലാണെങ്കിൽ റൊഡോപ്സിൻ ആണ് ഉള്ളത്. ആൻഡ് കോൺസിലാണെങ്കിൽ കണ്ടെയ്ൻ 3 types ഓഫ് അയോഡോപ്സിൻസ് ആണ് ഉള്ളത്. അപ്പോൾ വിറ്റമിൻ എ എന്ന് വെച്ചാൽ കെമിക്കലി റെറ്റിനോളാണ്. ആൻഡ് ദാറ്റ് ഫോംസ് റെറ്റിനാലാവും. അപ്പോൾ ദീസ് ഐസോമേഴ്സ് കോൾഡ് 11 ട്രാൻസ് റെറ്റിനാൽ ആൻഡ് 11 സിസ് റെറ്റിനാൽ. അപ്പോൾ ഈ റോഡ്സിൽ കാണുന്ന റൊഡോപ്സിനും പിന്നെ അതുപോലെ തന്നെ കോൺസിൽ കാണുന്നത് ഏതാണ്? അയോഡോപ്സിൻസും ആണ്. അത്രയും കാര്യങ്ങൾ അറിഞ്ഞാൽ മതി. ദ ബ്രെയിനാണ് എന്തിനെ കളറൊക്കെ പെർസീവ് ചെയ്യുന്നത് ബ്രെയിനാണ്. ബാക്കിയെല്ലാം ഫിസിയോളജി ഒക്കെയാണ് പറഞ്ഞേക്കുന്നത്. Then vertebrate animals such as tropical fish, birds sometimes have more complex ആയിട്ടുള്ള കളർ വിഷൻ ദാൻ ഹ്യൂമൻസിന് കാണാൻ പറ്റുന്നേക്കാൾ നന്നായിട്ട് ചില ആനിമൽസിനും ഫിഷസിനും അതുപോലെ തന്നെ ബേർഡ്സിനും ഒക്കെ വിഷൻ പോസിബിളാണ്. ദെൻ റെപ്റ്റൈൽസ് ആൻഡ് ആംഫിബിയൻസ് ഓൾസോ ഹാവ് 4 കോൺ ടൈപ്സ് ഉണ്ടാവും. ആൻഡ് പ്രോബബ്ലി സീ ദ ലീസ്റ്റ് ദ സെയിം റേഞ്ച് ഓഫ് കളേഴ്സ്. ഹ്യൂമൻസ് കാണുന്ന പോലെ തന്നെ അവർക്കും കാണാൻ പറ്റും.
ദെൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വിഷനെ പറ്റിയാണ്. അപ്പോൾ കളർ വിഷനാണ് നമ്മൾ പറഞ്ഞത്. ഇനി ബ്ലാക്ക് ആൻഡ് വൈറ്റ് വിഷൻ എങ്ങനെയാണെന്നാണ്. ഇപ്പോൾ റോഡ് സെൽസാണ് അതിന് ഹെൽപ്പ് ചെയ്യുന്നത്. റോഡോപ്സിൻ പിഗ്മെൻറ്റ് ആർ റെസ്പോൺസിബിൾ ഫോർ വിഷൻ ഇൻ ദ ഡിം ലൈറ്റിൽ നമുക്ക് വിഷൻ പോസിബിൾ ആകുന്നത് റോഡ് സെൽസ് ആണ്. എക്സൈറ്റേഷൻ ഓഫ് റോഡ് സെൽസ് റിസൾട്ട് ഇൻ ദ ജനറേഷൻ ഓഫ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇമേജ് നമുക്ക് കിട്ടുന്നത് അതുകൊണ്ടാണ്. ദ ഡിഫറൻസ് ലൈസ് ഇൻ ദ ഓപ്സിൻ കോമ്പണൻറ്റിൽ കുറച്ച് വ്യത്യാസമുണ്ട്. ദാറ്റ് ഈസ് കോൾഡ് സ്കോട്ടോപ്സിൻ എന്ന് പറയുന്ന പിഗ്മെൻ്റാണ് വിഷ്വൽ പിഗ്മെൻറ്റ് ഓഫ് ദി റോഡ്സ്. ദാറ്റ് ഈസ് ഹെൽപ്പിംഗ് ഇൻ വിഷൻ ഇൻ ദ ഡിം ലൈറ്റ്. ദെൻ റോഡ് എന്ന് വെച്ചാൽ മോണോക്രോമാറ്റിക് ആയിട്ടുള്ള റിസപ്റ്റേഴ്സാണ്. റോഡ്സ് ആർ മോണോക്രോമാറ്റിക് റിസപ്റ്റേഴ്സ് വിച്ച് ആർ ഹൈലി സെൻസിറ്റീവ് ടു ലൈറ്റ് ആൻഡ് അലോ ഒബ്ജക്റ്റ് ടു സീ ഇൻ ലോ ഇൻറ്റൻസിറ്റി ലൈറ്റിൽ കാണാൻ സഹായിക്കുന്ന അതാണ് റോഡ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഡയഗണൽ നോക്ടേണൽ ആനിമൽസിന് കുറച്ച് എമൗണ്ട് ഓഫ് റോഡ്സ് ആൻഡ് കോൺസിൽ ഡിഫറൻസസ് കാണും. എമൗണ്ട് ഓഫ് റേഷ്യോ ഓഫ് റോഡ്സ് ആൻഡ് കോൺസ്. ഡയഗണൽ സ്പീഷീസ് ലൈക്ക് ഹ്യൂമൻസിനാണെങ്കിൽ യൂഷ്വലി ഹാവ് എ ഹയർ ഡെൻസിറ്റി ഓഫ് കോൺസെൽസ് ദാൻ നോക്ടേണൽ സ്പീഷീസ്. അതുപോലെ തന്നെ തിരിച്ചും ക്യാറ്റ്സ് ഡോഗ്സ് ഇതിനൊക്കെ ആണെങ്കിൽ ഏതായിരിക്കും കൂടുതൽ? റോഡ്സ് ആയിരിക്കും. ഡിം ലൈറ്റിലോ അവർക്ക് കാണാൻ പറ്റും, സെൻസിറ്റീവാണ്. അപ്പോൾ ഇത്രയുമാണ് അബൌട്ട് ലൈറ്റിനെ പറ്റി, കളർ വിഷനും പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വിഷൻ. ഇനി അടുത്തത് UV വിഷൻ. അപ്പോൾ നമുക്ക് ഹ്യൂമൻ ബീങ്സിന് പോസിബിൾ അല്ലാത്ത കാര്യമാണ് എന്ത് UV വിഷൻ എന്ന് വെച്ചാൽ സെൻസിറ്റിവിറ്റി ടു അൾട്രാവയലറ്റ് ലൈറ്റ് ഈസ് അച്ചീവ്ഡ് ബൈ ഫോട്ടോ റിസപ്റ്റേഴ്സ് ഇൻ ദ ഐ ദാറ്റ് കണ്ടെയ്ൻ എ ക്ലാസ് ഓഫ് വിഷ്വൽ പിഗ്മെൻറ്റ് ദാറ്റ് ക്യാൻ സെൻസിറ്റൈസ് വേവ് ലെങ്ത് ലെസ് ദാൻ 400 നാനോമീറ്റർ. അപ്പം നമുക്കിവിടെ കാണാൻ പറ്റും, നമുക്ക് പോസിബിൾ ആയിട്ടുള്ളത് 400 ഒക്കെ തൊട്ടേ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. വിസിബിൾ ലൈറ്റ് എന്ന് വെച്ചാൽ 400 തൊട്ടാണ്. പക്ഷേ ഈ പറഞ്ഞ UV എന്നൊക്കെ പറയുന്നത് അതിലും താഴെയാണ്, ലെസ് ദാൻ 400 ആണെന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ മെയ്റ്റിൻ്റെ ചോയ്സ് എടുക്കാനും അതുപോലെ കമ്മ്യൂണിക്കേഷനും ഫോറേജിങ്ങിനും ഒക്കെ UV സെൻസിറ്റീവായിട്ടുള്ള ചില ആനിമൽസ് ഉണ്ട്. UV സെൻസിറ്റൈസ് ചെയ്യാൻ പറ്റുന്ന സെൻസിറ്റിവിറ്റി ഉള്ള ആനിമൽസ് ബേർഡ്സും ഒക്കെ കാണാം. അപ്പോൾ UV വിഷൻ ബേർഡ്സിലെ UV വിഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ബേർഡ്സിനാണെങ്കിൽ അൾട്രാവയലറ്റ് ലൈറ്റ്സ് കാണാൻ പറ്റും. ദേ ക്യാൻ സീ അൾട്രാവയലറ്റ് ആൻഡ് they have photoreceptors that can sensitize in the ultraviolet light. Birds have a tetrachromatic color space ഉണ്ട്. That is more vision than the human beings കാളും വിഷൻ ഉണ്ട്. ദെൻ മെയിൻ ഫങ്ഷൻസ് എന്ന് വെച്ചാൽ UV വിഷൻ്റെ മെയിനായിട്ടുള്ളത് ഓറിയൻറ്റേഷനാണ്. ഹോമിങ്, പ്രത്യേകിച്ച് മൈഗ്രേഷനൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്നതും ഒക്കെ പോസിബിൾ ആവുന്നത് UV വിഷൻ ഉള്ളത് കൊണ്ടാണ്. ദെൻ ഫോറേജിങ്, പിന്നെ സിഗ്നലിങ്, ഇതിനൊക്കെയാണ് UV യൂസ് ചെയ്യുന്നത്. അതിനൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ അമേരിക്കൻ ക്രസ്റ്റൽസിലും അതുപോലെ ഹോക്സിലും ഒക്കെ അവർക്ക് UV സെൻസിറ്റൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഇവരുടെ ഫുഡ് പ്രേ എന്ന് പറയുന്നത് ചില റോഡൻസ് ആണ്. പക്ഷേ ഈ ഇതിൻ്റെയൊക്കെ യൂറിന് UV റിഫ്ലക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള യൂറിനാണെങ്കിൽ അത് റിഫ്ലക്റ്റ് ചെയ്യാം. അപ്പോൾ ഈ ബേർഡ്സിന് വളരെ ദൂരയിൽ നിന്നൊക്കെ തന്നെ കാണാൻ പറ്റും ഇങ്ങനെ ഈ പറഞ്ഞ ആനിമൽസ് ഉള്ള സ്ഥലം ആണോ, ഇതിൻ്റെ യൂറിൻ ഈ UV ലൈറ്റിന് റിഫ്ലക്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഇതിന് അത് സെൻസിറ്റൈസ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട്. So the tetrachromatic ആയിട്ടുള്ള ബേർഡ്സ് ഹാവ് ദ സെയിം 3 types ഓഫ് കോൺസ് ഹ്യൂമൻസിൽ ഉള്ളതുപോലെ തന്നെ പിന്നെ +1 ഒരെണ്ണം കൂടെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ റൈപ്പനായിട്ടുള്ള ഫ്രൂട്ട്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കാനും ഒക്കെ ബേർഡ്സിന് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ UV വിഷൻ ഇൻസെക്ട്സിലുള്ള UV വിഷൻ. അപ്പോൾ ഈ ചില ഫ്ലവേഴ്സിനൊക്കെ ആണെങ്കിൽ UV റിഫ്ലക്റ്റിൻ്റെ മാർക്കിങ്സ് ഓരോ ഫ്ലവറിലും കാണും. അപ്പോൾ അതായത് ഇൻസെക്ട്സിനെ അട്രാക്റ്റ് ചെയ്യാനൊക്കെ ഇതിന് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇൻസെക്ട്സിനെയും ബീസിനെയും ഒക്കെ അട്രാക്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ ബീ ഫ്ലൈ ടു ദ ഫ്ലവർ
അപ്പിയേഴ്സ് ഓഫ് വൈറ്റ് ബ്രിയോണി. അപ്പോൾ അതിലാണെങ്കിൽ പെറ്റൽസിലാണെങ്കിൽ കുറച്ച് റിഫ്ലക്ഷൻസ് ഒക്കെ കാണും, അതായത് UV റിഫ്ലക്റ്റൻസ് കാണും. അപ്പോൾ ഇറ്റ് അപ്പിയേഴ്സ് ആസ് പെയിൽ ഗ്രീൻ, പ്രൊവൈഡ് ലിറ്റിൽ കോൺട്രാസ്റ്റ് വിത്ത് ലീവ്സുമായിട്ട് പ്രത്യേകിച്ച് ഒരു കളർ ഡിഫറൻസും കാണില്ല. പക്ഷേ ഇതിന് ഇൻട്രസ്റ്റിംഗ്ലി ഇതിൻ്റെ ഈ പാറ്റേൺ നെക്ടർ ഗേറ്റ്സ് എന്ന് പറയുന്ന ഈ പാറ്റേൺസ് ഉള്ളത് കൊണ്ട് തന്നെ റേഡിയേറ്റിംഗ് ലൈൻസ് ഇതിന് കാണും. സോ ഈ പറഞ്ഞ ഏതിന് ബീസിനൊക്കെ കറക്റ്റായിട്ടുള്ള നെക്ടറീസിലോട്ട് എത്താനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ UV ലൈറ്റ് യൂസ് ചെയ്യുന്ന ബട്ടർഫ്ലൈസ് ആണ്. ഇതിൻ്റെ മേക്ക് യൂസ് ഓഫ് ദി നാച്ചുറൽ അൾട്രാവയലറ്റ് ലൈറ്റ് ദാറ്റ് സൺ ഗീവ്സ് ഓഫ് ഫോർ കമ്മ്യൂണിക്കേഷൻ. സണ്ണിൻ്റെ അൾട്രാവയലറ്റ് റേഞ്ച് യൂസ് ചെയ്യുന്നതാണ്. ദിസ് ക്യാൻ യൂസ് ഇറ്റ് ടു ടെൽ ദ പാറ്റേൺസ് ഓഫ് അതർ മറ്റ് ബട്ടർഫ്ലൈസിൻ്റെ വിങ്സിൻ്റെ പാറ്റേൺസൊക്കെ സ്പോട്ട് ചെയ്യാനും മെയ്റ്റ്സിനെ കണ്ടുപിടിക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നത്. ദെൻ ഫിഷസ് ആൻഡ് ബേർഡ്സ് ആണ്. ബേർഡ്സ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ദെൻ ഫിഷസും ബേർഡ്സിൻ്റെ ബ്ലൂ ടിറ്റ്സിൻ്റെ എക്സാമ്പിളാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഇതിന് ചില മാർക്കിങ്സ് ഒക്കെ ഉണ്ട്. ദാറ്റ് ഇസ് കോൺസ്പിക്യുവസ് ആയിട്ടുള്ള ചില ഫെദേഴ്സ് ഉണ്ട്, അതായത് UV റിഫ്ലക്റ്റൻ്റ് ആയിട്ടുള്ള ചില കളേഴ്സ് ഉണ്ട്. അത് പല ബേർഡ്സിനും ഉണ്ടാവും. അത് ഇതേപോലെ മെയ്റ്റിനെ കണ്ടുപിടിക്കാനായാലും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നു. മെയിൽ ബ്ലൂ ടിറ്റ്സ് ആർ വെരി മച്ച് ബ്രൈറ്റർ ദാൻ ഫീമെയിൽസ്. അതുകൊണ്ട് തന്നെ അൾട്രാവയലറ്റ് സ്പെക്ട്രത്തിൽ കറക്റ്റായിട്ട് വിസിബിളാണ്, കംപ്ലീറ്റ്ലി ടു വിച്ച് വി ആർ നമുക്കത് ബ്ലൈൻഡാണ്, അൾട്രാവയലറ്റ് റേഞ്ച് കാണാനായിട്ട് പറ്റില്ല. അതുപോലെ തന്നെ ഒരു ഫിഷാണ് സോക്കെ സാൽമൺ എന്ന് പറയുന്നത്. ദിസ് ഓൾസോ ഈസ് ഹാവിങ് ഈ പറഞ്ഞ UV വിഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഫുഡൊക്കെ ക്യാപ്ചർ ചെയ്യാനും ഫുഡ് കാണാനും ഒക്കെ ഇതിന് പറ്റുന്നുണ്ട്. ദിസ് ഇസ് ബിലീവ് ദാറ്റ് ദിസ് കോയിൻസൈഡ് വിത്ത് ദ ടൈം ഓഫ് പ്രോമിനൻറ്റ് ഫീഡിങ് ഓൺ സൂപ്ലാങ്ക്ടൺസിനെ കണ്ടുപിടിക്കാനും ഒക്കെ ഈ UV ലൈറ്റാണ് ഈ പറഞ്ഞ ഫിഷ് യൂസ് ചെയ്യുന്നത്. ഇനി അതുപോലെ മാമൽസിലാകെ UV ലൈറ്റ് കാണാൻ പറ്റുന്നത് റെയിൻഡിയേഴ്സ് ആണ്. ബിക്കോസ് ദേ ആർ ഫൗണ്ട് ലിവിങ് ഇൻ ദ സ്നോ, ഫുള്ള് സ്നോയിലാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അഡാപ്റ്റേഷൻ കിട്ടിയിട്ടുണ്ട്, ഫുള്ള് വൈറ്റാണ്. അതുകൊണ്ട് അൾട്രാവയലറ്റ് വിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇതിന് ഓരോ കാര്യങ്ങൾ കാണാൻ പറ്റും. ദേ ആർ ദ ഓൺലി നോൺ മാമൽസ് ദാറ്റ് ഹാവ് പ്രൂവൺ എബിലിറ്റി ഫോർ UV വിഷൻ ഉള്ളതാണ്. ദേ ഹാവ് കുറച്ചുകൂടെ ഷോർട്ടായിട്ടുള്ള വിഷൻ, അതായത് 320 നാനോമീറ്ററിലൊക്കെ വിഷൻ പോസിബിളാണ്. ഹ്യൂമനാണെങ്കിൽ 400 നാനോമീറ്റർ തൊട്ടേ ഉള്ളൂ. അപ്പോൾ ഇത്രയുമാണ് അബൌട്ട് UV വിഷൻ. ദെൻ ഇൻഫ്രാറെഡ് വിഷനിൽ പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇൻഫ്രാറെഡ് എത്രയാണെന്ന് കാണുന്നത് കുറച്ച് ഹീറ്റ് വേവ് ഒക്കെ ഉള്ളതാണ്. റേഡിയൻറ്റ് ഹീറ്റ് എന്നും ഇതിനെ പറയും. ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ വിത്ത് വേവ് ലെങ്ത് ലോങ്ങർ ദാൻ ദാറ്റ് ഓഫ് ദി വിസിബിൾ ലൈറ്റിനെയാണ് എന്ത് പറയുന്നത്, ഇൻഫ്രാറെഡ് എന്ന് പറയുന്നത്. ദിസ് ഓൾസോ കോൾഡ് ഓഫൺ റെഫേർഡ് ടു ആസ് റേഡിയൻറ്റ് ഹീറ്റ് എന്നും പറയും. അപ്പോൾ ഇഫ് ഓൺലി വേർട്ടിബ്രേറ്റ് ആനിമൽസ് നോൺ ടു ഹാവ് ഇൻഫ്രാറെഡ് സെൻസിറ്റിവിറ്റി എന്ന് വെച്ചാൽ നമുക്ക് സ്നേക്സ് ആണ്. പിറ്റ് വൈപ്പേഴ്സിന് ഇത് സെൻസ് ചെയ്യാനായിട്ട് പറ്റും. ഇതിന് ലോറിയൽ പിറ്റ് എന്ന് പറയുന്ന പിറ്റ് ഓർഗൻസ് ഉണ്ട് ബിറ്റ്വീൻ ഐ ആൻഡ് നോസ്ട്രിൽസ്. ഇത് കാണാൻ പറ്റും. ഈ പിറ്റിൽ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ പെറ്റ് ഓർഗൻസ് അലോ ദിസ് ആനിമൽ ടു സീ ദ റേഡിയൻറ്റ് ഹീറ്റ്, മറ്റ് ആനിമൽസിൻ്റെ ഹീറ്റ്, പ്രിഡേറ്റേഴ്സിൻ്റെ ഹീറ്റ് അത് എബൌട്ട് വേവ് ലെങ്ത് 5000 to 30,000 നാനോമീറ്റർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് സെൻസ് ചെയ്യാൻ പറ്റും മറ്റ് ആനിമൽസിൻ്റെ ആ ഹീറ്റ്. സ്ട്രൈക്ക് ദ പ്രേനെ സ്ട്രൈക്ക് ചെയ്യാനും. ഇറ്റ് ഈസ് പ്രീവിയസ്ലി തോട്ട് ദാറ്റ് ഓർഗൻസ് ഇവോൾവ് പ്രൈമർലി ആസ് പ്രേ ഡിറ്റക്ടേഴ്സ് ആയിട്ട് എവോൾവ് ചെയ്തെന്നാണ് വിചാരിച്ചിരുന്നത്. ബട്ട് ആക്ച്വലി തെർമോ റെഗുലേറ്റേഴ്സ് ആൻഡ് പ്രെഡേറ്ററി ഡിറ്റക്ഷനാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്.